ഹലോ നമസ്കാരം. നമ്മുടെയൊക്കെ വീടിന് ചുറ്റും നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന മാവും പ്ലാവും തെങ്ങുമൊക്കെ അല്ലാതെ കുറേ നല്ല വിദേശ ഫ്രൂട്ട് പ്ലാന്റൊക്കെ നട്ടുവളർത്തി ഒരു ചെറിയ ഫ്രൂട്ട് ഫാമെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളൊക്കെ. ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എൻ്റെ വീടിന് ചുറ്റും കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ വളർത്തിയെടുത്ത കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫേവററ്റായ റംബൂട്ടാനിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ പഴയകാല പുളിയുള്ള റംബൂട്ടാനല്ല. റംബൂട്ടാനിലെ പുതിയ വെറൈറ്റികളായ N18, സ്കൂൾ ബോയ്, സീസർ, E35 എന്നിവയൊക്കെയാണ്. ഈ വെറൈറ്റികളൊക്കെ അതീവ മധുരമുള്ളതും കുരുവിൽ നിന്ന് ഫ്ലഷ് പെട്ടെന്ന് ഇളകി വരുന്നതുമായ വെറൈറ്റികളാണ്. ഈ കാണുന്നത് ലോങ്ങൻ എന്ന ഫ്രൂട്ടാണ്. റംബൂട്ടാൻ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിറയെ കായ്ക്കുകയും നല്ല ടേസ്റ്റും ഉള്ളൊരു ഫ്രൂട്ടാണിത്. ലോങ്ങന്റെ വ്യത്യസ്ത വെറൈറ്റികളായ ഡയമണ്ട് റിവർ, ഓൾ സീസൺ, റൂബി ലോങ്ങൻ എന്നിവയൊക്കെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുവളർത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് അബിയു. റംബൂട്ടാനും മാംഗോസ്റ്റിനും കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അബിയു. അബിയുവിനെ പറ്റി പലരും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ വെറൈറ്റിയുടെ ആകാം. നല്ല വെറൈറ്റി കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉറപ്പായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് അബിയു. ഇതാണ് പുലാസാൻ. കാഴ്ചയിലും രുചിയിലും ഒക്കെ റംബൂട്ടാനോട് വളരെയധികം സാമ്യമുണ്ട്. റംബൂട്ടാൻ്റെ ഫാമിലിയിൽ തന്നെയുള്ളൊരു ഫ്രൂട്ടാണിത്. ഇത് നമ്മുടെ നാട്ടിൽ അധികം കായ്ക്കത്തില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു 3-4 വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കായ്ഫലം തരുന്ന ഒരു നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആണ് പുലാസാൻ. ഈ കാണുന്നത് ബേറാപ്പിളാണ്. മലയാളത്തിൽ ഇതിനെ ഇലന്തപ്പഴം എന്നാണ് പറയുന്നത്. ഭയങ്കര മധുരമുള്ളൊരു ഫ്രൂട്ടല്ല ഇത്. പക്ഷേ ഗ്രീൻ ആപ്പിൾ കഴിക്കുന്ന ഓൾമോസ്റ്റ് ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. നല്ല വെറൈറ്റി നോക്കി വാങ്ങി നല്ല വെയിലുള്ളിടത്ത് വെച്ചാൽ നിറയെ കായ്ഫലം തരുന്ന നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. അടുത്തത് കുറച്ച് വെറൈറ്റിയായ ഒരു നാട്ടുമാങ്ങയാണ്. ചക്കരക്കുട്ടി മാമ്പഴം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ പഴയകാല നാട്ടുമാങ്ങയുടെ സ്വാദും ടേസ്റ്റും എല്ലാം അടങ്ങിയ ഒരു കുഞ്ഞൻ മാമ്പഴമാണിത്. ഇനിയുള്ളത് 2 വെറൈറ്റി പപ്പായകളാണ്. റെഡ് ലേഡി പപ്പായയും ഗോൾഡൻ പപ്പായയും. റെഡ് ലേഡി പപ്പായ ഇപ്പോൾ വളരെ കോമൺ ആണ്, മിക്ക വീടുകളിലുമുണ്ട്. ഗോൾഡൻ പപ്പായ അതിൻ്റെ ആ ഒരു കാഴ്ചയ്ക്കുള്ള ഭംഗിയാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് നമ്മുടെ ബറാബയാണ്. ഈ ഫ്രൂട്ടിനെ പറ്റി നെഗറ്റീവും പോസിറ്റീവുമായ കുറേ കമൻസ് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പുളിയോടുകൂടിയ മധുരം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെടും. ഇതൊരു 3-4 വർഷം കൊണ്ടൊക്കെ കായ്ക്കും. കായ്ച്ചു തുടങ്ങി കഴിഞ്ഞാൽ മരം നിറയെ കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കാണുന്ന ഫ്രൂട്ടിൻ്റെ പേരാണ് റൊളീനിയ. ഇത് നമ്മുടെ നാടൻ ആത്തയുടെ ഫാമിലിയായ അനോന ഫാമിലിയിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. അമേരിക്കൻ ആത്ത എന്നൊക്കെ ഇത് അറിയപ്പെടും. ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലുള്ള നാടൻ ആത്ത. അതിൻ്റെ സ്വാദും മധുരവും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മുടെ നാടൻ ആത്തയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റൊളീനിയയ്ക്ക് കുറച്ച് മധുരം കുറവാണെങ്കിലും മൊത്തത്തിലുള്ള ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ റൊളീനിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സ്വീറ്റ് ലൂവി എന്ന ഫ്രൂട്ട്. ഇത് നമ്മുടെ പഴയകാല പുളിയുള്ള ലൂവിക്കയുടെ മധുരമുള്ള വേർഷനാണ്. ഒരു തൈ വെച്ച് 2-3 വർഷത്തിനുള്ളിൽ തന്നെ നിറയെ കായ്ച്ച് ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ മധുരം അത്ര ഇഷ്ടമല്ല. അത്ര ഒരു ടേസ്റ്റ് തോന്നുന്ന ഒരു മധുരമല്ല ഇതിന്. അടുത്തതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം. അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ ഫേമസ് ആയൊരു ഫ്രൂട്ടാണ്. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന പ്ലാന്റാണിത്. വർഷത്തിൽ 2-3 വട്ടം കായ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ടിന് അങ്ങനെ എടുത്തു പറയത്തക്ക മധുരമോ പുളിയോ ഒന്നുമില്ല. ഒരു ന്യൂട്രൽ ടേസ്റ്റാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമിൻ്റെ ഫ്രൂട്ട്സിന്. ഈ കാണുന്നതാണ് മധുര അമ്പഴം അഥവാ സ്വീറ്റ് അമ്പഴം. ഇത് നമ്മുടെ പഴയകാല അമ്പഴത്തിന്റെ മധുരമുള്ള കുള്ളൻ വേർഷനാണ്. വർഷത്തിൽ മിക്ക ദിവസവും ഇതിൽ കായ്കൾ കാണും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമ്മുടെ വീട്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അച്ചാറിടാനും ചമ്മന്തി അരയ്ക്കാനും പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. ഈ കാണുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് നിങ്ങളിൽ പലരും ഈ പേര് കേട്ടിട്ടുണ്ടാവും. ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കൗതുകത്തിൻ്റെ പേരിൽ കുറേ ഫേമസ് ആയ ഒരു ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൗതുകത്തിൻ്റെ പേരിൽ കഴിക്കാം എന്നുള്ളതല്ലാതെ ഒരു ഫ്രൂട്ടായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ ഒക്കില്ല. ഈ കാണുന്നതാണ് അരസാബോയ് എന്ന ഫ്രൂട്ട്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി എഡിബിൾ അല്ല, കാരണം ഇത് ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ നല്ല പുളിയാണ്. ഞാനിവിടെ അരസാബോയ് മെയിൻലി ജ്യൂസ് ആക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. ജ്യൂസ് അടിപൊളി ടേസ്റ്റാണ്. ഈ ചെടിയിൽ പഴങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് കിട്ടും. ഇതിൻ്റെ ആ ഒരു അരോമയും ഫ്ലേവറും ഒക്കെ കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് കൂടുതലും ഷെയ്ക്കിനും ഐസ്ക്രീമിനും ഒക്കെ ഫ്ലേവർ ആഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തതും ഞങ്ങൾ ജ്യൂസ് അടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ക്യുംകാറ്റ് അഥവാ ഇസ്രായേൽ ഓറഞ്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ചിൻ്റെ വേറൊരു വേർഷനാണ്. ഇതും ജ്യൂസ് ആക്കാതെ ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ ഭയങ്കര പുളിയാണ്. പക്ഷേ ഗൾഫിലൊക്കെ പോയവർക്കറിയാം ക്യുംകാറ്റ് അഥവാ ഇസ്രായേൽ ഓറഞ്ച് അവിടെയൊക്കെ ഡ്രൈ ഫ്രൂട്ടായിട്ട് വളരെ ഫേമസ് ആണ്. ഇനി ഈ കാണുന്നതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ നിറയെ കായ്ക്കുന്ന ഒരു പഴച്ചെടിയാണിത്. കായ്കൾ പാകമാകുന്നതിനനുസരിച്ച് പല കളറിൽ ഇതിൽ നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതും ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ല. എവിടെയോ ഒരു പച്ചക്കപ്പലണ്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. അതാകും ഇതിന് പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന പേര് വന്നത്. ഈ കായ്ച്ചു നിൽക്കുന്നതാണ് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ മധുരമുള്ള ചതുരപ്പുളി. ഇത് നമ്മുടെ പഴയകാല ചതുരപ്പുളിയുടെ മധുരമുള്ള വേർഷൻ എന്നൊക്കെ പറയുമെങ്കിലും അത്ര മധുരമൊന്നുമില്ല. പുളി കുറഞ്ഞ കുറച്ച് മധുരമുള്ളൊരു വേർഷൻ. അടുത്ത ഈ കാണുന്ന സുന്ദരം പഴത്തിൻ്റെ പേരാണ് സുറിനാം ചെറി. ഇത് റെഡ് സുറിനാം ചെറിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഒരു പുളിയും ചവർപ്പും കൂടെ ചേർന്നൊരു ടേസ്റ്റാണ്. പക്ഷേ ചെടി നിറയെ കായ്ക്കും, നല്ല ഭംഗിയാണ് കായ്ച്ചു നിൽക്കുന്നതൊക്കെ കാണാൻ. പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് സുറിനാം ചെറി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അത് കുറച്ചുകൂടി നല്ല ഐറ്റമാണ്.
ദാ ഈ അടുത്ത കാണാൻ കൊള്ളാവുന്ന പഴത്തിൻ്റെ പേരാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇതും ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ അച്ചാറിടാനൊക്കെ നല്ലതാണ്. ഞാൻ ചില ഫ്രൂട്ടൊക്കെ ഡയറക്റ്റ്ലി കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഏത് ഫ്രൂട്ടാണെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഇങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഈ വിദേശ പഴങ്ങളല്ലാതെ നമ്മുടെ നാടൻ ഇനങ്ങളായ ആഞ്ഞിലിച്ചക്കയും നാടൻ ചാമ്പയും പനീർ ചാമ്പയും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ കുറേ ലെങ്തി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയും ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായമോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ.